ഇടുക്കിയിൽ നിന്നൊരു വാർത്ത. ബോഡിമെട്ടിൽ 2 വന്യമൃഗവേട്ടക്കാരെ വനം വകുപ്പ് പിടികൂടി. വനത്തിനുള്ളിൽ വെടിയൊച്ച കേട്ട സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. വിശദാംശങ്ങൾ ബിനീഷ് ആന്റണി നൽകും. ബിനീഷ്, എങ്ങനെ ഇവരെ പിടികൂടാൻ കഴിഞ്ഞു? ഫിജി, ഈ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ബോഡിമെട്ട് സമീപത്ത് വനമേഖലയിൽ നിന്ന് വെടിവെച്ച് കേട്ടത്. ഇതേ തുടർന്ന് ദേവികുളം റേഞ്ച് ഓഫീസർ വെജി തുടങ്ങി പിന്നെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജയൻ ജവാന്റെ നേതൃത്വത്തിൽ ഈ വനമേഖലയിൽ സമീപ പ്രദേശങ്ങളിൽ പരിശോധന നടത്തുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന പ്രതികൾ പിടിയിലായത്. രാജക്കാട് സ്വദേശികളായ ഡസിൻ, ദിനേശ് എന്നിവരെയാണ് പിടികൂടിയത്. വേട്ടക്കായി ഇവർ കൊണ്ടുവന്ന നാടൻ തോക്കും കണ്ടെടുത്തിട്ടുണ്ട്. തോക്ക് ശാന്തമ്പാറ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സമാനമായ ഒരു സംഭവം മൂന്നാറിലും ഉണ്ടായിരുന്നു. മൂന്നാർ മാട്ടുപ്പെട്ടി അരുവിക്കാട് ടോപ്പ് ഡിവിഷനിലും ഈ വാഹന പരിശോധനയ്ക്കിടെ വനവകുപ്പ് 3 അംഗ വേട്ട സംഘത്തെ പിടികൂടിയിരുന്നു. ഇവരുടെ പക്കൽ നിന്നും തോക്കും തിരകളും പിടിച്ചെടുത്തിരുന്നു. 4 മാസം മുൻപ് ഈ സംഘം വേട്ടയാടിയ കാട്ടുപോത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. ഏതായാലും അതിർത്തി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് വേട്ട സംഘങ്ങളെ പിടികൂടിയതോടെ മേഖലയിൽ വനവകുപ്പ് പരിശോധന ശക്തമാക്കുന്നുണ്ട്. ഏതായാലും രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെയുള്ളവ നടത്താൻ തന്നെയാണ് വനവകുപ്പിന്റെ തീരുമാനം. ഫിജി. ശരി ബിനീഷ്, വന്യമൃഗവേട്ടക്കാരെ വനം വകുപ്പ് ഇടുക്കിയിൽ പിടികൂടി.